Good morning, everyone. Good morning, ma'am. Good morning, Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Morning. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് ഏതായിരുന്നു പറഞ്ഞ പ്രൊപ്പോസിഷൻ ആയിരുന്നില്ലേ? Position in. ഇന്നായിരുന്നു പറഞ്ഞ മാം. കംപ്ലീറ്റ് ചെയ്തോ? ആ പ്രൊപ്പോസിഷൻ കംപ്ലീറ്റ് ചെയ്തോ നമ്മള്? പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു അതിന്റെ എക്സാമ്പിൾസ്. നോട്ട് എഴുതിയെടുത്തോ? എഴുതിയിരുന്നു മാം. നോട്ട് ഒന്ന് വായിക്കാവോ? എന്താ എഴുതിയത്? I am in the car. Apples are in the fridge. I wake up in the morning at 6 o'clock. അങ്ങനെയൊക്കെ പറഞ്ഞു. അത് ഇന്നെന്ന് പറയുന്ന പ്രൊപ്പോസിഷൻ ക്ലിയർ ആണല്ലോ. അതിന്റെ പോയിന്റ് വൈസ് ആയിട്ട് എഴുതണോ? കറക്റ്റ് ആയിട്ട് എഴുതണോ ഇനി നോട്ട്? വേണോ? അറിയൂ. അതായത് പോയിന്റ് വൈസ് എന്ന് പറയുന്നത് ഇപ്പോ പറയുന്ന ഇന്ന് എവിടേക്ക് യൂസ് ചെയ്യാം? അതായത് കൺട്രി, വില്ലേജ്, സിറ്റീസ് അവിടേക്ക് നമുക്ക് ഇന്ന് എന്ന് പറയുന്ന പ്രൊപ്പോസിഷൻ യൂസ് ചെയ്യാം. അതേപോലെ സീസൺ, മന്ത്, വീക്ക്, ഇയർ, എൻക്ലോസ് സ്പേസ്, മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ്, സ്മോൾ വെഹിക്കിൾ വിത്ത് കൺഫൈൻഡ് സ്പേസ്. ഇത്രയും കാര്യങ്ങളിലാണ് നമ്മൾ ഇന്നെന്ന് പറയുന്ന പ്രൊപ്പോസിഷൻ യൂസ് ചെയ്യാറ്. ഇത് പോയിന്റ് വൈസ് ആയിട്ട് എഴുതുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും എവിടേക്കാണ് യൂസ് ചെയ്യുന്നത് മനസ്സിലാവും. അങ്ങനെ പോയിന്റ് വൈസ് ആയിട്ട് എഴുതണോ വേണ്ടയോ എന്നാണ് ഞാൻ ചോദിച്ചത്. വേണോ? അത് അങ്ങനെ പറഞ്ഞു തന്നിരുന്നു. അതുപോലെ എഴുതിയിട്ടുണ്ട്, നോട്ട് എഴുതിയിട്ടുണ്ട്. കംപ്ലീറ്റ് ആണ്. ഇനി ക്ലിയർ ആണല്ലോ? എക്സാമ്പിൾസിന് വേണ്ടല്ലോ? ക്ലിയർ ആണ് മാം. ക്ലിയർ ആണ്. ഓക്കെ. നെക്സ്റ്റ് പ്രൊപ്പോസിഷൻ ഏതാ? ഓൺ. ഓൺ എഴുതാ. ഓക്കെ. ഓൺ എന്ന് പറയുന്ന പ്രൊപ്പോസിഷൻ നമ്മള് ഡേ, ഡേറ്റ്, then large vehicle, holiday, surface, media. Date, holiday, large vehicle, surface, media, and birthday. ബർത്ത്ഡേയും ഒരു ഡേ ആയതുകൊണ്ടാണ് വരുന്നത്. ഓക്കെ. ഡേറ്റ്, ഹോളിഡേ, ലാർജ് വെഹിക്കിൾ, സർഫേസ്, മീഡിയ ആൻഡ് ബർത്ത്ഡേ. ഇത്രയും പ്ലേസിലാണ് നമ്മൾ ഓൺ എന്ന് പറയുന്ന പ്രൊപ്പോസിഷൻ യൂസ് ചെയ്യാറ്. ഓക്കെ. എവിടെയൊക്കെ ഡേറ്റ് വരുന്നുണ്ടോ, ഡേയ്സ് വരുന്നുണ്ടോ, നമുക്ക് അവിടെയൊക്കെ നമുക്ക് ഓൺ എന്ന് പറയുന്ന പ്രൊപ്പോസിഷൻ യൂസ് ചെയ്യാം. പിന്നെ മീഡിയ എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന എല്ലാ മീഡിയാസിന്റെ കൂടി നമുക്ക് ഓൺ എന്ന് പറയുന്ന പ്രൊപ്പോസിഷൻ യൂസ് ചെയ്യാറ്. ഇപ്പോ നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് കാണുകയാണെങ്കിൽ വീഡിയോസ് ഓൺ യൂട്യൂബ് എന്ന് പറയാം. ഇൻസ്റ്റഗ്രാം ആണെങ്കിൽ ഓൺ ഇൻസ്റ്റഗ്രാം എന്ന് പറയാം. ഓക്കെ. സോ മീഡിയ എന്തോ ആവട്ടെ നമ്മൾ ഓൺ എന്ന് പറയുന്ന പ്രൊപ്പോസിഷൻ ആണ് യൂസ് ചെയ്യാറ്. ഇനി സ്മോൾ വെഹിക്കിള് നമ്മൾ പറഞ്ഞു ഇന്നാണ് അല്ലെ? ഇന്നാണെന്ന് പറഞ്ഞു. അത് ചെറിയ വാഹനങ്ങൾക്കുള്ളിൽ നമുക്ക് നിൽക്കാനോ നടക്കാനോ ഒന്നും പറ്റില്ല. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ പറയാം. ആ ഒരു ചെറിയ വെഹിക്കിളിന് ഉള്ളിൽ എന്ന് പറയുമ്പോൾ ഇൻ ദ കാർ എന്നാണ് വരെ. പക്ഷെ ബസ്, ട്രെയിൻ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരിക്കലും ഇൻ ദ ബസ് എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ബസ്സിലാണ് എന്ന് പറഞ്ഞെങ്കിൽ ഐ ആം ഇൻ ദ ബസ്. പണ്ട് പറഞ്ഞത് അങ്ങനെയാണ് അല്ലെ? ഞാൻ ബസ്സിലാണ്, ഐ ആം ഇൻ ദ ബസ്. പക്ഷെ അതാണോ കറക്റ്റ്? അല്ല, ഐ ആം ഓൺ ദ ബസ് ആണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ ബസ്സിന് മുകളിലാണെന്ന്. അല്ല കേട്ടോ. ലാർജ് വെഹിക്കിൾ ആണെങ്കിൽ നമ്മൾ ഒരിക്കലും ഇൻ എന്ന് പറയുന്ന പ്രൊപ്പോസിഷൻ യൂസ് ചെയ്യാൻ പാടില്ല. ഓൺ ആണ് കറക്റ്റ്. അപ്പോ ഐ ആം ഓൺ ദി ബസ്, ഐ ആം ഓൺ ദി ട്രെയിൻ എന്ന് പറയണം. ഓക്കെ ആണോ? യെസ് മാം. ഓക്കെ ആണ്. യെസ്. ഇനി സർഫേസ് പറഞ്ഞു.
സർഫേസ് എന്താണ്? പ്രതലാണല്ലേ? പ്രതലത്തിന് മുകളിൽ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോ ഓൺ ആണ്. അപ്പൊ ഓണിന്റെ മീനിങ് വേണമെങ്കിൽ എഴുതി വെക്കാം. മുകളിൽ എന്നൊരു മീനിങ് ഓണിനുണ്ട്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോ ഇപ്പോ നമ്മള് ക്രിക്കറ്റ് കളിക്കുന്ന ഗ്രൗണ്ടിലാണ് ക്രിക്കറ്റ് കളിക്കുന്നത്. അപ്പൊ എങ്ങനെയാ പറയാം? അവൻ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കുന്നു എന്നെങ്ങനെ പറയും? ക്രിക്കറ്റ് കളിക്കുകയാണ്. സെന്റൻസ് എങ്ങനെയാ വരാം? He's playing on the ground. Is playing on the ground. Is playing on the ground. Playing cricket on the ground എന്ന് പറയാം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതൊരു സർഫേസ് ആയതുകൊണ്ടാണ് അവിടെ ഓൺ എന്ന് പറഞ്ഞത്. Is playing on the ground. കറക്റ്റ് ആണ്. ഇനി ഇപ്പോ ചുമരില്ലേ നമ്മുടെ വാളിലൊരു പിക്ചർ ഹാങ് ചെയ്യാൻ പറയാണ്. അതെങ്ങനെയാ പറയാം? The picture is hanging on the wall. Yeah. Picture is hanging on the wall. Sentence അങ്ങനെ. Hang this picture on the wall. Hang this picture. ഈ picture hang ചെയ്യാം. Yeah, hang this picture on the wall. Hang a picture on the wall. കാരണം wall എന്ന് പറയുമ്പോൾ അതും ഒരു സർഫേസ് ആണ്. മുകളിൽ എന്ന മീനിങ്ങിലാണ് നമ്മൾ ഓൺ എന്ന് പറയുന്ന പ്രപോസിഷൻ നമ്മൾ യൂസ് ചെയ്യാറ്. ഓക്കെ. Then പറഞ്ഞു സൺഡേ ഡേ ആണ്. ഡേ വരുമ്പോ ഓൺ ആണ്. ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ he washes his car on Sunday എന്ന് പറയാം. He washes his car on Sunday. ഈ സൺഡേയില് കാറ് വാഷ് ചെയ്യുന്നു. ഓക്കെ. Then പിന്നെ എന്താണ്? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളുടെ ബുക്കിനുള്ളിൽ ആൻസർ ചെയ്താൽ അല്ലെ, write down in your notebook എന്ന് പറഞ്ഞു. ഇനി അതൊരു പേപ്പർ ആണെങ്കിലോ write this down on a piece of paper എന്ന് പറയാം. എക്സാം എഴുതിക്കോളൂ കേട്ടോ. Write it down on a piece of paper. Write it down on a piece of paper. Okay. ഇനി നെക്സ്റ്റ് നമ്മൾ ഫ്ലോർ പറയും. തേർഡ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, അങ്ങനെ ഫ്ലോർ പറയുമ്പോൾ അവിടെ നമ്മൾ ആഡ് ചെയ്യേണ്ടത് ഓൺ എന്ന് പറയുന്ന പ്രപോസിഷൻ ആണ്. അതായത് എന്റെ ഓഫീസ് തേർഡ് ഫ്ലോറിലാണ് എന്നെങ്ങനെയാ പറയാ? എന്റെ ഓഫീസ് തേർഡ് ഫ്ലോറിലാണ്. My office is on third floor. Yeah, correct. My office is on the third floor. My office is on the third floor. ഫ്ലോർ പറയുമ്പോഴും നമ്മൾ ഓൺ എന്ന് പറയുന്ന പ്രപോസിഷൻ ആണ് യൂസ് ചെയ്യാറ്. ഇപ്പോ ലാർജ് വെഹിക്കിൾ ആണെങ്കിൽ നമ്മൾ ഓൺ ആണ് യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു. ഇനിയിപ്പോ സൈക്കിളോ ബൈക്കോ ആണെങ്കിലോ ഏത് പ്രപോസിഷൻ യൂസ് ചെയ്യും? അല്ലാട്ടോ, ഓൺ ആണേ. കാരണം സൈക്കിളിന് മുകളിലല്ല നാം ഇരിക്കുക, ബൈക്കിന് മുകളിലാണ് നാം ഇരിക്കുക അല്ലെ. അതൊരു ഓപ്പൺ വെഹിക്കിൾ ആണെന്ന് പറയാം. സോ നമ്മൾ ഓൺ എന്ന് പറയുന്ന പ്രപോസിഷൻ ആണ് യൂസ് ചെയ്യാറ്. അതുകൂടെ എടുത്തോളൂ. ലാർജ് വെഹിക്കിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ലാർജ് വെഹിക്കിൾ മാത്രമേ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. സൈക്കിൾ, ബൈക്ക് അവിടെയൊക്കെ നമ്മൾ ഓൺ എന്ന് പറയുന്ന പ്രപോസിഷൻ ആണ് യൂസ് ചെയ്യാറ്. ഓൺ ദ ബൈക്ക്. ഓക്കെ. സോ ഇത്രയും പ്ലേസസിലാണ് നമ്മൾ ഓൺ എന്ന് പറയുന്ന പ്രപോസിഷൻ മെയിൻലി യൂസ് ചെയ്യുന്നത്. ഹോളിഡേ പറയുമ്പോഴും ഓൺ ആണ്. I will come to your home on Christmas. I will come to your home on Christmas എന്ന് പറഞ്ഞാല് ആ ക്രിസ്മസിന്റെ ആ ദിവസത്തിൽ അവൻ വരും എന്നാണ് പറയുന്നത്. ഞാൻ വരും, എന്താണ്, ക്രിസ്മസിന് ഞാൻ എന്റെ വീട്ടിൽ വരും. അപ്പൊ ക്രിസ്മസിന്റെ ആ ഡേറ്റിലാണ് വീട്ടിൽ വരാം. ക്രിസ്മസ് ഡേയില് 25th വീട്ടിൽ വരാ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ ആ ഡേ ശരിക്കും നമ്മുടെ ഹോളിഡേ നമ്മുടെ പർട്ടിക്കുലർ ഡേറ്റിലാണ് മെൻഷൻ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഓൺ എന്ന് പറയുന്ന പ്രപോസിഷൻ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ. I will come to your home on Christmas എന്ന് പറഞ്ഞാല് ക്രിസ്മസ് 25 വരും എന്ന് പറയുന്നത് കേട്ടോ. ആ ഡേയിലാണ് പറയുന്നത്. അപ്പൊ ഹോളിഡേ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഓൺ യൂസ് ചെയ്യാം. അത് അഡ്ജക്റ്റീവ് ആണെങ്കിൽ. ഓക്കെ. ആ കറക്റ്റ് ആ ഡേറ്റ് ആണെങ്കിൽ വരുന്നെങ്കിൽ
ആണെങ്കിൽ നമുക്ക് അവിടെ ഓൺ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്യാം. അഥവാ ഒരു പീരീഡിലാണെങ്കിൽ ആ പ്രപ്പോസിഷൻ മാറും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ എടുത്ത് പറയുന്നത്, നിങ്ങൾ ഒരാളുടെ വീട്ടിൽ വരും എന്ന് പറയുന്ന ആ ഒരു ഡേറ്റ് ഹോളിഡേ ആ ഒരു ദിവസത്തിലാണ് അല്ലെ. ഇപ്പൊ നിങ്ങൾ ഇപ്പൊ എന്താ ഈസ്റ്ററിന് വരും, ക്രിസ്മസിന് വരും, വിഷുവിന് വരും എന്നൊക്കെ പറയുകയാണെങ്കിൽ വിഷു എന്ന് പറയുന്ന ഒരു ഡേറ്റ് ആണല്ലേ. 14-ാം തീയതി ഒരു 15-ാം തീയതി ഒക്കെ ആയിരിക്കാം അല്ലെ. അപ്പൊ 14-ാം തീയതി ആണെങ്കിൽ വിഷുവിന് വരുന്നവരും ആ ഡേറ്റിലായിരിക്കും നമ്മൾ വരും. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഇവിടെ ഓൺ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ വരുള്ളൂ കേട്ടോ. അല്ലാതെ ഇപ്പൊ ഓണത്തിന് വരും എന്ന് പറയുമ്പോൾ ഏത് ദിവസത്തിലാണെന്ന് കൺഫേം അല്ലെങ്കിൽ ആ പ്രപ്പോസിഷൻ മാറും. ഓക്കെ, സോ അങ്ങനെ പഠിക്കുക. അപ്പൊ ആ രീതിയിലാണ് ഹോളിഡേയില് ഓൺ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ വരുന്നത്. ആ കറക്റ്റ് ഡേറ്റ് ആണെങ്കിലാണ് ഓൺ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ അവിടെ വരുന്നത്. അപ്പൊ ഓണിനെ കുറിച്ച് പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞുതരാം. എവിടേക്കാണ് യൂസ് ചെയ്യാം? ഡേ, ഡേറ്റ്, ബർത്ത്ഡേ, ഹോളിഡേ, ലാർജ് വെഹിക്കിൾ, സർവീസ്, മീഡിയ, പിന്നെ തേർഡ് ഫ്ലോർ എന്നൊക്കെ പറയുമ്പോൾ പിന്നെ സൈക്കിൾ, ബൈക്ക്, ഇവിടെയൊക്കെയാണ് നമ്മൾ ഓൺ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്യാറ്. ഹോളിഡേ എന്ന് പറയുമ്പോൾ വെർട്ടിക്കൽ ആ ഒരു ഡേറ്റ് ആണെങ്കിൽ മാത്രമാണ് നമ്മൾ ഓൺ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ അവിടെ യൂസ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ പ്രപ്പോസിഷന് ചേഞ്ച് വരും. ആ പ്രപ്പോസിഷൻ ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് ഓൺ എന്ന് പറയുന്ന പ്രപ്പോസിഷനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. Yeah, that's all. So let's make the examples using with this preposition. Okay. Examples create ചെയ്യൂ. ടെക്സ്റ്റ് ചെയ്യാൻ ടെക്സ്റ്റ് ചെയ്യാം, പറയാനൊക്കെ പറയാം. ഓക്കെ, മാക്സിമം എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യാം, അത് നോട്ട്ബുക്കിൽ എഴുതിയെടുക്കാം. ഓക്കെ, യെസ്. ഞാൻ സെന്റൻസ് വൈസ് കറക്റ്റ് ആണോ ഇല്ലയോ എന്ന് ഞാൻ നോക്കില്ല. കാരണം ടെൻസ് അറിയാത്തത് കൊണ്ട് ചിലപ്പോൾ ടെൻസ് എന്തെങ്കിലും മിസ്റ്റേക്ക് വരാം. സോ കറക്റ്റ് ആയിട്ട് പ്രപ്പോസിഷൻ യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് മാത്രമേ ഞാൻ നോക്കാം കേട്ടോ. മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറഞ്ഞുതരാം. പക്ഷെ ക്ലിയർ ചെയ്യുമ്പോൾ ടെൻസ് ഒക്കെ പറയേണ്ടി വരും. സോ ഞാനത് ക്ലിയർ ചെയ്യില്ല. ക്ലിയർ ആണല്ലോ ഇപ്പൊ പറഞ്ഞത്? നമ്മൾ ഇപ്പൊ നോക്കുന്നത് നിങ്ങൾ ആ കറക്റ്റ് ആയിട്ട് ആണോ പ്രപ്പോസിഷൻ അവിടെ യൂസ് ചെയ്തിരിക്കുന്നേ എന്ന് മാത്രമായിരിക്കും. സെന്റൻസ് വൈസ് മിസ്റ്റേക്ക് പറയുകയാണെങ്കിൽ നമ്മൾ ടെൻസ് ഒക്കെ പറയേണ്ടി വരും. സോ സെന്റൻസ് മേക്ക് ചെയ്യാൻ എല്ലാവരും. He will come on Monday. Yeah, correct. He will come on Monday. Then പെട്ടെന്ന് എല്ലാവരും മാക്സിമം സെന്റൻസ് മേക്ക് ചെയ്യണം, എക്സാംസ് ക്രിയേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു പ്രപ്പോസിഷൻ പഠിക്കാൻ പറ്റുള്ളൂ. അത് ക്ലാസ് കേട്ടത് കൊണ്ട് മാത്രമല്ല, നിങ്ങൾ യൂസ് ചെയ്യണം. They went on vacation in the summer. Yeah. They went on Vacation in the summer. അങ്ങനെ പറയില്ലല്ലോ. They went on vacation in summer എന്നാണോ? On vacation എന്ന് പറയുമ്പോൾ ഒരു പീരീഡ് അല്ലേ? നമ്മളവിടെ ഡേറ്റ് മെൻഷൻ ചെയ്തിട്ടില്ലല്ലോ. ഡേറ്റ് മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ഡേറ്റിലാണെങ്കിൽ മാത്രമേ നമുക്ക് ഓൺ അവിടെ യൂസ് ചെയ്യാൻ പറ്റൂ. വെക്കേഷൻ എന്ന് പറയുമ്പോൾ പീരീഡ് ആണ്, എത്ര ദിവസത്തേക്കാണ് അല്ലെ? 1 week ആയിരിക്കാം, 2 days ആയിരിക്കാം അല്ലെ? അപ്പൊ അവിടെ ഓൺ എന്ന് പറയുന്നത് പ്രപ്പോസിഷൻ വരില്ല കേട്ടോ. Okay, okay. I saw him on the bicycle. Okay. I watched news on TV. Yeah, correct. I'm on Facebook. I'm on my way. I'm on screen. My class started on Monday. Yeah, correct. Then there's a book on the desk. Yeah. I'm on my vacation. Yeah, I'm on my vacation.
ഓക്കെ, ഞാൻ എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഗൂഗിളിന്റെ സഹായം തേടരുത് കേട്ടോ. ഗൂഗിളിന്റെ സഹായമില്ലാതെ നിങ്ങൾ എക്സാമ്പിൾസ് സ്വന്തമായിട്ട് നിങ്ങളുടെ ഓൺ ക്രിയേഷൻ ആണ് നിങ്ങൾക്ക് ആവശ്യം. ഓക്കെ, children playing football on nearby ground. Children playing football nearby ground. Yeah. My birthday on Sunday. My birthday is on okay. I'm posting on regularly. I'm on Instagram. Okay. I'm on my vacation. On the correct channel mistake on the okay. I'm dancing on the stage. Yeah. Okay. She kept the glass on the table. Okay. Please go on to the second floor. Yeah, correct. My pet sitting on the floor. Yeah. The cat sitting on the table. Correct. Showing down the bed. I'm sitting on the stage. And let's start on the second. So January, yeah. I'm on bed. I'm watching movie on YouTube. Yeah. Okay. Yeah. Correct ആണ്. So ആരെങ്കിലും ഒരാള് നമ്മൾ എന്തെടുത്ത ഓൺ എന്ന് പറയുന്ന പ്രൊപ്പോസലിനെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? എനിവൺ? I'm going to turn on this. Yeah. The room is on second floor. Correct. Okay, ആരെങ്കിലും ചെയ്യോ? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യോ? എന്താണ് ഓൺ എന്ന് പറയുന്ന പ്രൊപ്പോസിഷൻ? എന്താണ് നമ്മൾ എവിടേക്ക് യൂസ് ചെയ്യാം? Okay. Anyone? Explain ചെയ്യാൻ പറ്റുമോ ആരെങ്കിലും? Yes, ma'am. I'm Smita. Yeah. Okay. I'm from Koratti. Okay, ma'am. Today, on preposition ആണ്. ഇംഗ്ലീഷിലാണോ മാം പറയണ്ടേ? എങ്ങനെ പറഞ്ഞാൽ മതി? ഇന്നെടുത്ത പോർഷൻ ഓൺ ആണ് പ്രൊപ്പോസിഷൻ. അത് യൂസ് ചെയ്യുന്നത് ഏജ്, ഡേറ്റ്, പിന്നെ ലാർജ് വെഹിക്കിൾസ്, ഹോളിഡേ, സർഫസ്, മീഡിയ ആൻഡ് ബർത്ത്ഡേ. ഇതൊക്കെ വരുമ്പോഴാണ് ഓൺ എന്ന് പറയുന്ന പ്രൊപ്പോസിഷൻ യൂസ് ചെയ്യുന്നത്. ലാർജ് വെഹിക്കിൾ ആണെങ്കിൽ നമ്മൾ ഓൺ ആണ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ, ഐ എം ഓൺ ദി ബസ്, ഐ എം ഓൺ ദി ട്രെയിൻ. അതുപോലെ തന്നെ പ്ലേയിങ്, സർഫസ് വരാൻ നേരത്ത് ഗ്രൗണ്ടിൽ, ഹീസ് പ്ലേയിങ് ഓൺ ദി ഗ്രൗണ്ട്. പിന്നെ വാൾ വരുമ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് ഓൺ ആണ്. ഫോർ എക്സാമ്പിൾ, ഹാങ് ദിസ് പിക്ചർ ഓൺ ദി വാൾ. നെക്സ്റ്റ് വരുന്നത് പേപ്പർ. പേപ്പറിൽ വരുമ്പോൾ നമ്മൾ ഓൺ ആണ് ഉപയോഗിക്കുന്നത്. ബുക്കിനുള്ളിൽ എഴുതുമ്പോഴാണ് നമ്മൾ ഇൻ എന്ന് പറയുന്ന പ്രൊപ്പോസിഷൻ യൂസ് ചെയ്യുന്നത്. ഇത് പേപ്പറിലാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഓൺ എന്ന് പറയുന്ന പ്രൊപ്പോസിഷൻ ഉപയോഗിക്കാം. റൈറ്റ് ഇറ്റ് ഡൗൺ ഓൺ എ പീസ് ഓഫ് പേപ്പർ. നെക്സ്റ്റ് വരുന്നത് ഫ്ലോർ. ഫ്ലോറിൽ നമ്മൾ ഓൺ ഉപയോഗിക്കുന്നു. കാരണം മൈ എക്സാമ്പിൾ, മൈ ഓഫീസ് ഈസ് ഓൺ ദി തേർഡ് ഫ്ലോർ. നെക്സ്റ്റ് ബൈസിക്കിൾ, ബൈക്ക് എന്നിവ വരുമ്പോൾ, വലിയ വാഹനങ്ങൾ വരുമ്പോഴും അതുപോലെ തന്നെ ബൈസിക്കിൾ, ബൈക്ക് എന്നിവ വരുമ്പോഴും ഓൺ ഉപയോഗിക്കുന്നു. ബിക്കോസ് ബൈസിക്കിൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ബൈസിക്കിളിന്റെ മുകളിൽ ഇരുന്നിട്ടല്ലേ ഓടിക്കുന്നത്, അതുകൊണ്ട് അത് ഓൺ ഉപയോഗിക്കുന്നു. സ്മോൾ വാഹനങ്ങൾക്ക്, സ്മോൾ വെഹിക്കിൾസിനാണ് നമ്മൾ ഇൻ ഉപയോഗിക്കുന്നത്. ഹോളിഡേ, ഹോളിഡേ കറക്റ്റ് ഡേറ്റ് മെൻഷൻ ചെയ്ത് പറഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഓൺ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഓൺ ക്രിസ്മസ്, അതായത് December 25 ആയതുകൊണ്ട് അത്
നമുക്ക് കറക്റ്റ് ഡേറ്റ് മെൻഷൻ ചെയ്ത് പറയുന്നതായതുകൊണ്ട് നമുക്ക് ഇവിടെ ഓൺ ഉപയോഗിക്കാം. ഇത്രയൊക്കെയാണ് മാം ഞാൻ എഴുതിയേക്കുന്നത്. എനിക്ക് മനസ്സിലായത് ഇത്രയൊക്കെയാണ്. Okay, yeah. ഓക്കെ മാം, താങ്ക് യു. Okay. Then ഇനി ആരെങ്കിലും പറയുന്നുണ്ടോ? സ്മിത നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ആരെങ്കിലും ഇതുപോലെ പറയുന്നുണ്ടോ? ഇങ്ങനെ പറയിപ്പിക്കുന്നത് എന്തിനാണെന്ന് അറിയോ? ഇനി ആർക്കെങ്കിലും മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അത് മാത്രമല്ല, നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആകും. ഒരു പേടി മാറിക്കിട്ടും. നമുക്ക് മോസ്റ്റ്ലി ഇംഗ്ലീഷ് സംസാരിക്കണം അല്ലെ? ഇപ്പോൾ ഈ കോഴ്സിൽ ഇംഗ്ലീഷ് ക്ലാസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എന്തിനാണ്? ഒരു ലാംഗ്വേജ് സ്കില്ല് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് അല്ലെ? ആ ഒരു സ്കില്ല് വേണമെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കണം എന്ന് ആഗ്രഹമില്ലാത്ത ആരും ഈ ക്ലാസ്സിൽ ഇല്ല അല്ലെ? എല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കണം. ഇംഗ്ലീഷ് സംസാരിക്കണം. ഓക്കെ, സംസാരിക്കാം. ഫസ്റ്റ് മലയാളം സംസാരിക്കാനുള്ള ഒരു പേടി മാറണ്ടേ അല്ലെ? ക്ലാസ്സിലെ മൈക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ഒന്ന് സംസാരിക്കണ്ടേ? എന്നാൽ മാത്രമല്ലേ നിങ്ങൾക്ക് അവർ സംസാരിച്ചിട്ട് ആ ഒരു പേടി മാറുള്ളൂ. അതിന് ശേഷമല്ലേ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാം അല്ലെ? ഇപ്പൊ എല്ലാവർക്കും പേടിയാണോ എന്താണെന്ന് എനിക്കറിയില്ല. കോൺഫിഡൻസ് ഇല്ലായ്മയാണോ ഒന്നും അറിയില്ല. സംസാരിക്കാൻ പറയുമ്പോ സ്മിത മാത്രമേ ഓക്കെ ഞാൻ പറയാം മാം എന്ന് പറഞ്ഞു വന്നോളൂ. ബാക്കി ആരും ഒന്നും കിട്ടിയില്ല. എന്താണ്? എന്തുകൊണ്ടാണ്? പേടിയാണോ? അല്ലെങ്കിൽ പറയാൻ അറിയാത്തോണ്ടാണോ? അതല്ല ഷൈനസ് ആണോ? ചമ്മലാണോ പറയാനായിട്ട്? എന്താണ്? എന്താ റീസൺ എന്താണ്? പറയൂ, റെസ്പോണ്ട് ചെയ്യൂ. ചെറിയൊരു ചമ്മൽ പോലെ ഉണ്ടായിട്ടാണ്. ചമ്മല് മാറ്റണ്ടേ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചപ്പോ എല്ലാവരും നല്ലോണം ആക്റ്റീവായിട്ട് സംസാരിച്ചാണ് എന്നോട്. ചമ്മലാണ്. ആരോടാണ് ഈ ചമ്മൽ? എന്നോടോ? എനിക്ക് നിങ്ങളെ കാണാം. ഞാൻ ശരിക്കും പറഞ്ഞിട്ട് വെളിച്ചപ്പാടല്ലേ? വെളിച്ചപ്പാട് എല്ലാവരും അറിയാം. പക്ഷെ വെളിച്ചപ്പാടിന് ആർക്കെങ്കിലും അറിയോ? ഇല്ല. നിങ്ങൾക്ക് എന്നെ എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ട്, പക്ഷെ എനിക്ക് നിങ്ങൾ ആരെയും കാണാൻ പറ്റുന്നില്ല അല്ലെ? സോ ആർക്കും അതെ, ഈ ക്ലാസ്സിലിരിക്കുന്ന സ്റ്റുഡൻസിന് പരസ്പരം ആരെയും കാണാൻ പറ്റുന്നില്ല, ആരെയും അറിയുമില്ല. പിന്നെ നിങ്ങൾ ആരെയാണ് ഈ പേടിക്കുന്നത്? എന്തിനാ ചമ്മുന്നേ? നമ്മള് നേരിട്ടാണെങ്കിൽ ഓക്കെ, ഫേസ് ടു ഫേസ് ഒന്ന് നോക്കിയിട്ട് വേണം സംസാരിക്കാൻ നോക്കാം. അങ്ങനെയല്ല, ഓൺലൈൻ അല്ലേ? ഒരു തരത്തിലും ഒരു ചമ്മലിന്റെ ആവശ്യമില്ല ഇവിടെ. ഓക്കെ, കംഫർട്ടബിൾ ആണോ എല്ലാവരും ക്ലാസ്സിൽ? ഓക്കെ ആണോ? ക്ലിയർ ആവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ട്. ക്ലാസ് വൈസ് ഓക്കെ ആണ്. അപ്പൊ സംസാരിക്കാനാണ് ബുദ്ധിമുട്ട്. മാം ഇടക്ക് ഓരോരുത്തരുടെ പേര് വിളിച്ചിട്ടൊന്ന് പറയുകയാണെങ്കിൽ അവരെന്തെങ്കിലും പറയാൻ സാധ്യതയുണ്ട്. ജസ്റ്റ് ആരുടെങ്കിലും ഒക്കെ പേര് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ സംസാരിക്കാറുള്ളതാണ് ക്ലാസ്സില്. മാം അതുപോലെ സംസാരിപ്പിക്കാറുണ്ട്. അപ്പൊ ഇടക്ക് പേര് വിളിക്കുമ്പോൾ അവര് സംസാരിക്കാറുണ്ട്. ഓക്കെ, പേര് വിളിക്കാം. ഓക്കെ, മരിയ ജോർജ്. മരിയ ജോർജ് കേൾക്കുന്നുണ്ടോ? ക്ലാസ്സിലുണ്ടോ? റെസ്പോൺസ് ഇല്ല. നിഷിത, ആതിര ആദു. അമൃത KR. അമ്മൂസ്. ഞാൻ എന്താ ചെയ്യണ്ടേ? എല്ലാവരും പേരും വിളിക്കണോ? അമ്മൂസ്, അഞ്ജന, അനുമോൾ, ആതിര. ആരെങ്കിലും? തോന്നില്ല ആരും സംസാരിക്കണം. ആതിര. ഓക്കെ, എന്താണ് ആതിര? ക്ലാസ് എങ്ങനെയുണ്ട് ആതിര? മനസ്സിലാവുന്നുണ്ട് മാം. മനസ്സിലാവുന്നുണ്ട്. നോട്ടൊക്കെ എഴുതിട്ടോ? എഴുതിയെടുത്ത് കുറച്ചൊക്കെ എഴുതിയെടുക്കാൻ പറ്റും. അപ്പൊ എന്താണ് പ്രപ്പോസിഷനോട് എന്താണ് മനസ്സിലായത്? ആതിരക്ക് എന്താണ് മനസ്സിലായത്?
പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നത് നമ്മൾ ഫസ്റ്റ് ടൈം ക്ലാസ്സിൽ എടുത്തത് കൺട്രി, വില്ലേജ്, സിറ്റീസ്, സീസൺസ്, സീസൺ, വിന്റർ, ഓട്ടം, മന്ത്, വീക്ക്, ഇയർ ഒക്കെ. പിന്നെ മോർണിംഗിൽ ഉപയോഗിക്കും, ആഫ്റ്റർനൂൺ, ഈവനിങ്, ക്ലോസ് ഫേസ്, അടഞ്ഞ ഭാഗങ്ങൾ എന്ന് വെച്ചാൽ ഇൻ റൂം അങ്ങനെയൊക്കെ. പിന്നെ സ്മോൾ വെഹിക്കിൾസ്, കൺഫൈൻഡ് സ്പേസസ് അങ്ങനെ ഉപയോഗിക്കുന്നു. അതിൽ എക്സാമ്പിൾ പറയുമ്പോൾ ആൻസേഴ്സ് റൈറ്റ് ഇൻ ദ ബുക്ക്, ഐ ആം ഇൻ ദ കാർ, വി ആർ ഇൻ ദ ക്ലാസ് റൂം. ഇന്ന് ഉപയോഗിക്കുന്നത് ഐ ആം ബോൺ ഇൻ ഡിസംബർ ഇൻ 1999. പിന്നെ ഐ ആം ഇന്ന് ഉപയോഗിക്കുന്നതിന് ഐ ആം വേക്കപ്പ് ഏർലി ഇൻ ദ മോർണിംഗ് ഇൻ 6 o'clock. ഐ ഗോട്ട് ദ ജോബ് ഇൻ ദ ഈവനിങ്. അങ്ങനെ പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നു. പിന്നെ ഇന്നെ, ഓൺ, അറ്റ്, ഫോർ, സിൻസ്. സിൻസ് ഉപയോഗിക്കുന്നത് ആതിര, യെസ് മാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്നാണ് ഇൻ പ്രപ്പോസിഷൻ എടുത്തത്. ഇന്ന് നമ്മൾ ഓൺ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഓണിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഓൺ ഓൺ എന്ന് പറയുമ്പോ ഐ ആം പ്ലേയിങ് ഓൺ ദ ഗ്രൗണ്ട് ഓൺ ഉപയോഗിക്കുന്നത്. ദ റൂം ഇൻ ഓൺ ദ സെക്കൻഡ് ഫ്ലോർ. ഐ ആം ഗോയിങ് ടു ടൗൺ ഓൺ ദ ബസ്. അങ്ങനെ ഓൺ ഉപയോഗിക്കുന്നു. ഓക്കെ ആതിര, അതിലേക്ക് ടെൻഷൻ ഉണ്ടോ? ഇല്ലേ മാം? ഇല്ലല്ലോ. ഇല്ല. ഓക്കെ ഓക്കെ ആതിര. താങ്ക് യു മാം. ഓക്കെ ഇനി നെക്സ്റ്റ് ആരാ പറയാ? ഞാൻ ഇത്രയും കുറച്ച് പേര് വിളിച്ചിട്ട് ആരും വേണ്ടിയില്ല. ഇനി നെക്സ്റ്റ് ആരാ പറയാ? നിങ്ങൾ എന്തുകൊണ്ടാണ് സംസാരിക്കാത്തതെന്ന് പറഞ്ഞേ. എന്താണ് റീസൺ? എന്താണ് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണോ, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും റീസൺ ഉണ്ടോ? ചമ്മലാണെന്ന് പറഞ്ഞു കുറച്ചു പേര്. വേറെ എന്തെങ്കിലും റീസൺ ഉണ്ടോ? ചമ്മൽ അല്ലാതെ ഇനി എന്തെങ്കിലും റീസൺ എന്തെങ്കിലും കൂടി പറയും. ശാന്തിനിക്ക് ചമ്മലാണെന്ന് പറയും. ശാന്തിനി എന്നല്ലേ പേര്? ശാന്തിനിക്ക് നിങ്ങൾ എന്താണ് സംസാരിക്കാത്തത്? സംസാരിക്കണോട്ടോ ക്ലാസ്സില്. ഇംഗ്ലീഷ് ക്ലാസ്സിൽ പ്രത്യേകിച്ച് നമുക്ക് എന്തെങ്കിലും സംസാരിച്ചിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ പേര് ഒരു ഇപ്പൊ പറഞ്ഞ ചമ്മലൊക്കെ ഒന്ന് മാറണം. എന്നാൽ മാത്രമേ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, എന്തെങ്കിലും ആയിട്ട് സംസാരിക്കണം. നമുക്ക് എത്രയും കംഫർട്ടബിൾ ആയിട്ട് 4 ക്ലാസ് എടുക്കാനാണ്. സാധാരണ കൂടുതലൊന്നും അറിയരുത്. ഓക്കെ മാം. ഹലോ മാം, പറയൂ ജിസി. നമ്മൾ ഇന്ന് പഠിച്ചത് പ്രിപ്പോസിഷൻ ഓൺ ആണ്. അതില് ഡേറ്റ്, ഡേയ്സ്, ലാർജ് വെഹിക്കിൾസ്, ഹോളിഡേ, സർഫേസ്, മീഡിയ ആൻഡ് ബർത്ത്ഡേസ് ഒക്കെ നമ്മൾ ഓൺ വെച്ച് പറയും. ലാർജ് വെഹിക്കിൾസ് എന്ന് പറയുമ്പോഴേക്കും അതിൽ സൈക്കിൾസ്, ബൈക്സ്, സ്കൂട്ടർ അതൊക്കെ പെടും. എക്സാമ്പിൾ, മൈ ഓഫീസ് ഓൺ ദി 3rd floor and I'm on Facebook. We are celebrating Independence Day on 15th August. I'm going to school on bicycle regularly. My pet sitting on the floor. എന്നൊക്കെ എക്സാമ്പിൾസ് ഒക്കെ ഇതിൽ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോ ഇംഗ്ലീഷിലാണ് പറയാൻ പറഞ്ഞെങ്കിൽ ഓക്കെ, എന്താണ് മിണ്ടാതിരിക്കുന്ന റീസൺ എനിക്ക് മനസ്സിലാവും. ഇത് മലയാളത്തിൽ ചുമ്മാ നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ മിണ്ടാതിരിക്കുന്നത്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണ് എല്ലാവർക്കും? ക്ലാസ് ഒക്കെ ഇങ്ങനെ പോകുന്നു? നല്ല ക്ലാസ്. നല്ല ക്ലാസ്. നല്ല രസമാണ്. ക്ലാസ് ഒക്കെ നന്നായിട്ട് പോകുന്നു. ഷെഫിനക്ക് വയ്യാന്ന് പറഞ്ഞല്ലേ? ഹെൽത്ത് പ്രോബ്ലം ഉണ്ട്. യെസ് മാം, ഫൈൻ. ക്ലാസ് ഈസ് ഗുഡ്. ഓക്കെ, പിന്നെ അങ്ങനെ എന്തൊക്കെയുണ്ട്? എന്തൊക്കെയാണ് പറയാനുള്ളത്? ആർക്കെങ്കിലും പറയാനുണ്ടോ? ആർക്കെങ്കിലും ഒന്നും പറയാനില്ല? ഒരു കാര്യം ചെയ്യും, എന്റെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നങ്ങനെ എല്ലാവരും പറഞ്ഞേ. ഇംഗ്ലീഷ് ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു? വെരി ഗുഡ് മാം. ഇനി എന്താ ഒപ്പീനിയൻ? മാമിന്റെ ക്ലാസ് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇറ്റ്സ് ഗുഡ്.
ഓക്കെ നെക്സ്റ്റ് എന്തെങ്കിലും പറയൂ ആരെങ്കിലും? Ma'am, your teaching method is very different from other teachers. So it's very easy to catch. So thank you very much for your teaching like this. ഓക്കെ മാമിന്റെ ക്ലാസ് നല്ല ക്ലാസ് ആണ്, കുഴപ്പമില്ല, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കുഴപ്പമില്ല, നല്ല ക്ലാസ് ആണ്. അപ്പൊ ഓക്കെ എന്താണ് പറയൂ. ഹായ് മാം, ഷഫ്ന. നല്ല ക്ലാസ് ആണ്. കാരണം വെച്ചാല് ഞാൻ ഇതുവരെ നോട്ട്സ് എഴുതിയിട്ടൊക്കെ ഉണ്ട്. അത് രണ്ടാമത് വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവാറില്ല. പക്ഷെ ഇന്നലത്തെ നോട്ട്സ് ജസ്റ്റ് ഒന്ന് നോക്കുമ്പോ തന്നെ അത് പെട്ടെന്ന് ഓർമ്മ വന്നു, ഫുള്ളായിട്ട് വായിക്കേണ്ടി വന്നില്ല. അതുപോലെ തന്നെ ഇന്ന് എഴുതിയ നോട്ട് ഇന്ന് തന്നെ നമുക്കിപ്പോ പറയാൻ പറ്റുന്ന ആ ഒരു ഇതില് ഭയങ്കരമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആണ് ക്ലാസ്. താങ്ക് യു മാം. ഇനി നെക്സ്റ്റ് ആരാ? കുറച്ചുകൂടെ പറയുന്ന ക്ലാസ് എങ്ങനെയുണ്ടെന്ന് പറയൂ. മിസ്സിന്റെ മെത്തേഡ് ഓഫ് ടീച്ചിങ് ഇഷ്ടം. Okay. Then Hi ma'am, good afternoon ma'am. മാം പ്രീവിയസ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, ആബ്സെന്റ് ആയിരുന്നു. അപ്പം ഈ ഒരു ടൈം വരെയുള്ള ക്ലാസ് ആണ് മാമിന്റെ ഫസ്റ്റ് ക്ലാസ് ആയിട്ട് എനിക്കുള്ളത്. നല്ല കംഫർട്ടബിൾ ആണ് കമ്പാരിറ്റീവ്ലി. കുറച്ചും കൂടി നമുക്ക് കോൺഫിഡൻസ് വരുന്ന രീതിയിലാണ് മാം ക്ലാസ് എടുക്കുന്നത്. അപ്പം മാം പറഞ്ഞ പോലെ തന്നെ കുറച്ചും കൂടി ഓപ്പൺ ആയിട്ട് എല്ലാവർക്കും സംസാരിക്കാനുള്ള ആ ഒരു കുറച്ചും കൂടി കോൺഫിഡൻസ് കിട്ടും എന്ന് വിചാരിക്കുന്നു ഇനി പോകെ പോകെ. അപ്പം അത് കുറച്ച് ബെറ്റർ ആണ്, നമുക്ക് കുറച്ചും കൂടി ഫ്യൂച്ചറിലേക്ക് അത് ബെറ്റർ ആയിരിക്കും. സോ താങ്ക് യു മാം. മാമിന്റെ ഇത്ര സമയം വരെയുള്ള ക്ലാസ് വെച്ച് നോക്കുന്നേരം ഭയങ്കര കംഫർട്ടബിളും ആണ്, മനസ്സിലാവുന്നുമുണ്ട്, ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു ഇത്. Okay. ഇനി നെക്സ്റ്റ് ഇനി ആരാ പറയാ? ഒന്നും പറയാനില്ല? 30+ സ്റ്റുഡൻസ് ഉണ്ട്, കുറച്ച് പേര് മാത്രമേ പറഞ്ഞോളൂ. ബാക്കി ആർക്കും എന്റെ ക്ലാസ് ഇഷ്ടമായില്ല അല്ലേ? ബോറിംഗ് ആണോ? ഇഷ്ടായി. ഇഷ്ടമായി. എല്ലാരും പറഞ്ഞതൊക്കെ തന്നെയാണ്. എല്ലാരും പറഞ്ഞതുപോലെ പോസിറ്റീവായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു, മനസ്സിലാവുന്നു, അത് റിവൈസ് ചെയ്യിക്കുന്നു. നമ്മളെ കൊണ്ട് അതിനെ പറയിക്കുമ്പോഴത്തേക്കും അത് ഒന്നും കൂടി നമുക്ക് തറവുന്നു. പിന്നെ തിരിച്ച് ക്ലാസ് എടുക്കുമ്പോൾ നമുക്കൊരു പേടിയില്ലാതെ ചെയ്യാൻ പറ്റുന്നു. ഓക്കെ, അപ്പൊ ഈ ടെക്സ്റ്റ് ചെയ്യുന്നവരൊക്കെ ഒന്ന് സംസാരിക്കാൻ പറ്റുമോ? ഷെഫിനൊക്കെ വയ്യ. ഓക്കെ, ഇനി വേറെ ആരെങ്കിലും? ഓക്കെ നിഷിത. ഓക്കെ അതാണ് ഞാൻ ടെക്സ്റ്റ് സംസാരിക്കാൻ. ഓക്കെ, അപ്പൊ പറഞ്ഞാൽ മതി ഇങ്ങനെ. ഓക്കെ, ഇനി ആർക്കെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും നെഗറ്റീവ് എന്തെങ്കിലും പറയാനുണ്ടോ? പോസിറ്റീവ് എന്തെങ്കിലും പറയാത്തവരെങ്കിൽ പറയൂ. അല്ലെങ്കിൽ ഞാൻ വിചാരിക്കും നിങ്ങൾക്ക് എന്റെ ക്ലാസ് ഇഷ്ടമായില്ല എന്ന് വിചാരിക്കുന്നത്. നല്ല ക്ലാസ്സാണ് മാം, എല്ലാം മനസ്സിലാവുന്നുണ്ട്. Your teaching is well ma'am and your smile is very cute. മതി, ഇനി കുഞ്ഞും മതി, ഇനി അധികം പോക്കണ്ട, ഇനി ബുദ്ധി പോകും. നെഗറ്റീവായിട്ടൊന്നും പറയാനില്ല മാം, എളുപ്പമാണ്, പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. നെഗറ്റീവായിട്ടൊന്നും പറയാനില്ല, പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി ആർക്കെങ്കിലും പറയാനുണ്ടോ? ഇല്ല. ഞാനേ ഈ ഓൺ പ്രപ്പോസിഷൻ പറയാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അക്ഷരം ആരും മിണ്ടിയില്ലോ. മിണ്ടിയോ? എത്ര പേരാ സംസാരിച്ചത് നോക്കി. അപ്പൊ ആർക്കും ചമ്മലല്ല, അതിനെ കുറിച്ച് പറയാൻ ഒരു പേടി അല്ലേ? അതിനു വേണ്ടി തന്നെയാണ് ഞാൻ ചോദിച്ചത് ക്ലാസ് എങ്ങനെയെന്നത്. എത്ര പേരാണ് പറഞ്ഞേ? അപ്പൊ നിങ്ങള് പഠിച്ചതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ മിണ്ടാതിരിക്കുകയും ചെയ്യും, അല്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുമ്പോ ഓക്കെ. അപ്പൊ ഇതേപോലെ തന്നെ പറഞ്ഞാൽ മതി, എന്തും പറയാം. ക്ലാസിനെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോ ഞാൻ പറഞ്ഞു ഓൺ പ്രപ്പോസിഷനെ കുറിച്ച് ഒന്ന് പറയൂ, നിങ്ങൾക്ക് എന്താണ് മനസ്സിലായെന്ന് വെച്ചാൽ പറയൂ എന്ന് പറഞ്ഞപ്പോ ആരും സംസാരിച്ചില്ല. ഓക്കെ, അപ്പൊ ഇതേപോലെ സംസാരിക്കുക. എന്താണ് മനസ്സിലായത്? എനിക്ക് ഇങ്ങനെയൊക്കെയാണ് മനസ്സിലായത് എന്ന് പറയാ. ഇത് പറയിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ആ ഒരു ടെൻഷനൊക്കെ മാറാൻ വേണ്ടിയാണ്. അപ്പൊ കംഫർട്ടബിൾ ആയിട്ടായിരിക്കണം ക്ലാസ്സിൽ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്.
ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് സംസാരിക്കണം. സംസാരിച്ചാൽ മാത്രമേ ഫ്ലുവന്റ് ആവുള്ളൂ. ഓക്കെ, അപ്പൊ ആ സംസാരിക്കാനുള്ള പേടി ആദ്യം മാറ്റണം, അല്ലെ? ഞാൻ ഇത്രയും നല്ല രീതിയിൽ ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്, ഫ്രണ്ട്ലി ആയിട്ടാണ് അല്ലെ? അപ്പൊ നിങ്ങൾക്ക് എന്നോട് ഓപ്പൺ ആയിട്ട് പറയാലോ, എന്തും ഓപ്പൺ ആയിട്ട് പറയാം. ക്ലാസ് വൈസ് ആണെങ്കിലും എന്തിനെ കുറിച്ചിട്ടാണെങ്കിലും ഓപ്പൺ ആയിട്ട് സംസാരിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ക്ലാസ് മനസ്സിലാവുന്നുണ്ട്. ഇത്രയും നല്ലൊരു ഒപ്പീനിയന് എന്താ ഞാൻ പറയാ, താങ്ക് യു. അതായത് സെക്കൻഡ് ക്ലാസ് ആണ്, ഈ അങ്ങോട്ടും ഞാനായിരിക്കും, വലിയ മാറ്റമൊന്നുമില്ല. ഓക്കെ, അപ്പൊ നിങ്ങളും ഓൺ പ്രപ്പോസിഷൻ എന്താണ് 2 or 3 പേര് പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ എന്റെ ക്ലാസ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോ ഒരുപാട് പേര് റിപ്ലൈ തന്നു അല്ലെ? അത് ജനുവനാണ്, ആത്മാർത്ഥം വേണ്ട എന്ന് പറഞ്ഞത്. അപ്പോ ആ ടൈമിൽ നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന ചമ്മലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പഠിക്കുന്ന കാര്യങ്ങൾ പറയുമ്പോഴാണ് ഈ ചമ്മൽ വരുന്നത്. അപ്പൊ ആ ഒരു ചമ്മൽ ഇനി വേണ്ട കേട്ടോ, എന്നോട് പറയാം, എന്താണെങ്കിലും പറയാം. ഓക്കെ ആണോ? സൈലന്റ് ആയോ? ഓക്കെ ആണോ എല്ലാവരും? ഓക്കെ ആണ്. ഓക്കെ മാം. ഓക്കെ മാം. അപ്പൊ എന്താണ് പറ, ഓൺ എന്താണ്, ഓൺ പ്രപ്പോസിഷൻ എന്താണ്? ഇനി കണ്ട മിണ്ടുന്നുണ്ടാ നോക്കി, ആരെങ്കിലും മിണ്ടുന്നില്ല? പറ. ഓക്കെ, ഇന്ന് മിസ് എടുത്ത പോർഷൻ ഓൺ പ്രിപ്പോസിഷന്റെ യൂസേജ് ആണ്. ഓൺ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഡേറ്റ് പറയുമ്പോൾ, അതുപോലെ ഡേ പറയുമ്പോൾ, മീഡിയാസ് പറയുമ്പോൾ, സർഫേസസ് പറയുമ്പോൾ, ലാർജ് വെഹിക്കിൾസിന്റെ കൂടെ, ഏജ്, പെർ ഡേ, ഫ്ലോസിന്റെ കൂടെ. ഡേറ്റിന്റെ കൂടെ പറയുമ്പോൾ ഓൺ 25th, ഓൺ 5th December, അങ്ങനെ നമുക്ക് എക്സാമ്പിൾ പറയാം. ഓൺ 2nd July അങ്ങനെ പറയാം. ഡേ ആണെങ്കിൽ ഓൺ മൺഡേ, ഓൺ ട്യൂസ്ഡേ, ഓൺ തേഴ്സ്ഡേ, ഓൺ വെനസ്ഡേ. ഓൺ മീഡിയ ആണെങ്കിൽ ഓൺ സോഷ്യൽ മീഡിയ, ഓൺ ടെലിവിഷൻ, ഓൺ ഫേസ്ബുക്ക്, ഓൺ ഇൻസ്റ്റാഗ്രാം, അങ്ങനെ ഉപയോഗിക്കാം. ഇനി സർഫേസസ് ആണെങ്കിൽ അതൊരു വാളാകാം, ടേബിൾ, ഡെസ്ക്, പീസ് ഓഫ് പേപ്പർ, അതിന്റെ കൂടെ നമുക്ക് ഓൺ ഉപയോഗിക്കാം. ഓൺ ദ ടേബിൾ, ഓൺ ദ ഡെസ്ക്, ഓൺ ദ ചെയർ, ഓൺ ദ ഗ്രൗണ്ട്, ഓൺ ദ വാൾ, എക്സെട്ര. ഇനി ലാർജ് വെഹിക്കിൾസിന്റെ കൂടെ ഓൺ ഉപയോഗിക്കുവാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഓൺ ദ ബസ്, ഓൺ ദ ട്രെയിൻ. ലാർജ് വെഹിക്കിൾസിന്റെ കൂടെ മാത്രമല്ല, ബൈസൈക്കിളിന്റെ കൂടെയും ബൈക്കിന്റെ കൂടെയും ഓൺ യൂസ് ചെയ്യാം. ബിക്കോസ് വി ആർ സിറ്റിംഗ് ഓൺ ദ ബൈസൈക്കിൾ, വി ആർ സിറ്റിംഗ് ഓൺ ദ ബൈക്ക്. ദെൻ ഫ്ലോർസ് ആണെങ്കിൽ, മൈ ഓഫീസ് is on the 2nd floor, on the 3rd floor, on the 5th floor, whatever it is, we use on with the floors. That's all. ഓക്കെ, നമ്മള് നിങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് നോട്ട് വായിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, കറക്റ്റ് ആണ്, മനസ്സിലാവുന്നുണ്ട്. പക്ഷെ നിങ്ങൾ പറഞ്ഞു നോക്കി, ഇപ്പോ ഓണിനെ കുറിച്ച് പറഞ്ഞവര് കുറച്ച് പേര് ഓണെങ്കിൽ ഈ പ്രപ്പോസലിനെ കുറിച്ച് പറഞ്ഞു അല്ലെ? എന്താണ് നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആയോ അത് പറഞ്ഞപ്പോ? അല്ലെങ്കിൽ കുറച്ചെങ്കിലും കോൺഫിഡൻസ് ലെവൽ വന്നോ? എന്താണ് ഫീൽ ചെയ്തത് പറഞ്ഞവര്? ഓരോരുത്തർ പറഞ്ഞപ്പോ അത് മനസ്സിലായി, കുറച്ചുകൂടി മനസ്സിലായി മാം. മനസ്സിലായി. അതായത് ആ പറഞ്ഞത് കുറച്ചുകൂടി ഓർക്കുന്നു, കണ്ടിന്യൂസ് കേട്ടപ്പോ അത് കുറച്ചുകൂടി ഓർക്കുന്നു. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്ന രീതി വേറെയാണ്, മനസ്സിലായോ? എല്ലാവർക്കും ഈ ക്ലാസ്സിൽ ഇരിക്കുന്ന എത്രയോ സ്റ്റുഡൻസ് ഉണ്ടോ, ഓരോരുത്തർ പറയുന്ന രീതി വ്യത്യാസമുണ്ട്, മനസ്സിലായോ? വേ ഓഫ് ടീച്ചിങ്ങിന് വ്യത്യാസമുണ്ട്. അപ്പോ ആര് പറയുന്നതാണ് സിമ്പിൾ എന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ അല്ലെ? ഇപ്പൊ ഞാൻ എടുക്കുന്ന ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, ക്ലിയർ ആണെന്ന് പറഞ്ഞു. ഇതേപോലെ ഓരോ സ്റ്റുഡൻസും ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നന്നായിട്ട് ക്ലിയർ ആവും. ഒരിക്കലും നിങ്ങൾ പിന്നെ ഈ പ്രപ്പോസിഷൻ മറക്കില്ല. എവിടെ പോയാലും ഫോണിനെ കുറിച്ച് ഇപ്പൊ നമ്മുടെ മക്കളൊക്കെ പഠിക്കുന്നുണ്ട്, അവർക്ക് ഇതൊക്കെ ആവശ്യമാണ്. അപ്പൊ അവരെ പഠിപ്പിക്കുമ്പോൾ പോലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാണ്ട് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും, മനസ്സിലായോ? നമ്മൾ ഒരു കാര്യം കേട്ട് പഠിക്കുന്നു, ഓക്കെ എനിക്ക് മനസ്സിലായി, അതിപ്പോ എന്റെ ബ്രെയിനിൽ ഉണ്ട് എന്ന് വിചാരിക്കും. പക്ഷെ അത് നമ്മൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ മറന്നു പോകും. പക്ഷെ നമ്മൾ ഓറലി സംസാരിക്കുകയാണെങ്കിൽ, ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ, ഒരു ക്ലാസ് വെക്കുന്ന പോലെ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിലേ അതൊരിക്കലും നമ്മൾ മറക്കില്ല. അതുകൊണ്ടാണ് നിങ്ങളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കുന്നത്, അല്ലാതെ വേറെ ഒന്നും അല്ല കേട്ടോ. നിങ്ങൾക്ക് അത് അത്രയും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അത് മനസ്സിലാവണം. ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് നമ്മൾ ഒരു എക്സാമിന് വേണ്ടിയിട്ട് ഒന്നുമല്ല പഠിക്കുന്നത്. ഇനി അങ്ങോട്ട് ഈ ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ അത് പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു കോഴ്സ് എടുക്കേണ്ടി വരും ഇംഗ്ലീഷ് പഠിക്കാനായിട്ട്. അപ്പോഴും അവർ ഈ പ്രപ്പോസിഷനോ കാര്യങ്ങളൊന്നും ബേസിക് ആയിട്ടൊന്നും അങ്ങനെ ഇത്രയും ക്ലിയർ ഒന്നും പഠിച്ചു തരില്ല.
മനസ്സിലായോ? അപ്പൊ ആ രീതി വരാതിരിക്കാനാണ് നിങ്ങളെ കൊണ്ട് ഇപ്പോഴും ഞാനിത് പറയിപ്പിക്കുന്നത്. പറയാ, ഇത് ഞാൻ പറഞ്ഞു ക്വാളിഫൈഡ് ആയവരുണ്ട്, അതല്ലാത്തവരുണ്ട്. അപ്പൊ ഒട്ടും ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവർ പോലും നിങ്ങൾ സംസാരിക്കുക. ക്ലാസ്സിൽ ആരും നിങ്ങൾ ഒന്നും പറയില്ല, ഞാൻ ഒന്നും പറയില്ല. തെറ്റാ പോലും ഞാനൊന്നും തെറ്റി എന്ന് പറഞ്ഞ് ഞാൻ ചീത്ത പറയും ഒന്നും ചെയ്യില്ല. അത് കറക്റ്റ് ചെയ്യാനേ നോക്കുള്ളൂ. മിസ്റ്റേക്ക് എന്തായാലും വരും. ഏതൊരു ലാംഗ്വേജ് ആണ്, എന്ത് കാര്യം പുതിയതായിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ മിസ്റ്റേക്ക് വന്നിട്ടേ നമ്മൾ പഠിക്കുള്ളൂ. അല്ലാതെ ആരും ഈ ലോകത്ത് പെർഫെക്റ്റ് അല്ല. ഞാനിപ്പോ ഇംഗ്ലീഷ് ടീച്ചർ ആണ്, ഇംഗ്ലീഷ് എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ പോലും ഇംഗ്ലീഷിൽ പെർഫെക്റ്റ് അല്ല. എനിക്ക് മിസ്റ്റേക്സ് പറ്റാം. മനസ്സിലായോ? അപ്പൊ ആരും പെർഫെക്റ്റ് അല്ല. എല്ലാവരും പഠിക്കുന്നത് തെറ്റുകളിലൂടെ തന്നെയാണ്. ഞാൻ പറയുമ്പോ തെറ്റുണ്ടെന്ന് വിചാരിച്ച ആരും പറയാതിരിക്കണ്ട. മനസ്സിലായോ? എല്ലാവരും പറയണം. ഓക്കെ, പറയുമ്പോ നിങ്ങൾക്ക് ആദ്യം ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞതിന് ശേഷം നിങ്ങൾ ആലോചിക്കും, അയ്യോ പറഞ്ഞത് നന്നായി, എനിക്ക് അത്രയും മനസ്സിലായല്ലോ എന്നൊരു ഫീലിംഗ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. അല്ലാതെ നിങ്ങൾ പറയുമ്പോ ബാക്കി സ്റ്റുഡൻസും അവരെങ്ങനെയാ പറയുന്നത്, കളിയാക്കണോ, ആ ഒരു മെന്റാലിറ്റിയോടെല്ലാം നിങ്ങൾ പറയുന്നത് കേൾക്കുന്നത്. മനസ്സിലായോ? ആ രീതിയിലാണ് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി നന്നായിട്ട് പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ആ ഒരു രീതിയിലായിരിക്കും അവർക്ക് ഫീൽ ചെയ്യുന്നത്. അങ്ങനെയാണ്. അല്ലാതെ നിങ്ങൾ പറയുമ്പോ ആരെങ്കിലും കളിയാക്കോ ഓരെന്തെങ്കിലും വിചാരിക്കോ അങ്ങനെയൊന്നും അവർ ചിന്തിക്കുന്നില്ല. ആ ടൈമിൽ നിങ്ങൾ പറയുന്നത് കേൾക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അവരുടെ തലയിൽ വേറൊന്നും വരില്ല. അതുകൊണ്ട് ആ ഒരു പേടി വേണ്ട, ആ ചമ്മലേ വേണ്ട ക്ലാസ്സിൽ. കേട്ടോ? നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി തന്നെയാണ് നിങ്ങളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കുന്നത്. പല പ്രാവശ്യം ഞാൻ പറയിപ്പിക്കും. പറഞ്ഞാലേ പഠിക്കുള്ളൂ, അല്ലാതെ പഠിക്കില്ല. അല്ലാതെ ക്ലാസ് ബോറിംഗ് ആണ്, മിസ് കുറെ സമയം വേസ്റ്റ് ചെയ്യുന്നു എന്നൊന്നും പറയണ്ട. വേസ്റ്റ് ചെയ്യുന്നല്ല ഇത്. നിങ്ങൾ പഠിക്കുക. കാരണം മിസ് ഇപ്പോ പ്രപ്പോസിഷൻ എടുത്തു എന്ന് പറഞ്ഞു, നോട്ട്സ് കയ്യിലുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ പ്രപ്പോസിഷൻ നിങ്ങൾക്ക് ഇപ്പോഴും അത് കറക്റ്റ് അറിയില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോ പ്രപ്പോസിഷൻ എടുക്കുന്നത്. ഈ ഒരു അവസ്ഥ ഇനി ഉണ്ടാവരുത്. അല്ലേ? നിങ്ങൾ പഠിക്കാൻ വേണ്ടി ജോയിൻ ചെയ്തവരുടെ ഇത്രയും സ്റ്റുഡൻസ് ഈ ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ എല്ലാവരും ഇംഗ്ലീഷ് പഠിക്കണം എന്ന ആഗ്രഹത്തോടെ വന്നിരിക്കുന്നവരാണ്. അപ്പൊ എല്ലാ സ്റ്റുഡൻസിനെയും പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കാണ്. എല്ലാവരും പഠിക്കണം. ഇംഗ്ലീഷ് അറിയാതെ ആയിരിക്കരുത്. ഗ്രാമർ, ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ഗ്രാമർ നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, ഈ കോഴ്സ് കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് ഗ്രാമറെങ്കിലും ഞങ്ങൾക്ക് നന്നായിട്ട് പഠിപ്പിച്ചു തരും. അത് ഞാൻ ഗ്യാരണ്ടി പറയാം. പക്ഷെ നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ കുറച്ച് എന്താണ്, കുറച്ച് ഡിഫക്ട്സ് ഉണ്ട്. ഇപ്പൊ ഞാൻ സംസാരിക്കാൻ മടിയാണ്, ചമ്മലാണ്, പേടിയാണ്, അതൊക്കെ ആദ്യം മാറ്റാം. എന്നോട് വേണ്ട ഇതൊന്നും. വേറെ ടീച്ചേഴ്സ് എനിക്കറിയില്ല, എന്നോട് ഇതൊന്നും വേണ്ട. ഓക്കെ, നമുക്ക് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കാം. ഇങ്ങനെ ഓരോരുത്തർ പറയുന്നത് കേൾക്കുന്നത് തന്നെ ഭയങ്കര ഇഷ്ടം. ഓക്കെ, എന്റെ ക്ലാസ്സിൽ കേട്ടിട്ടല്ലേ നിങ്ങൾ പറയുന്നേ, അപ്പൊ നിങ്ങൾക്ക് അത്രയും മനസ്സിലായിട്ടല്ലേ നിങ്ങൾ പറയുന്നേ, അല്ലേ? ന്യൂസ് പേപ്പർ വരുമ്പോൾ ഇന്ന് വരുമോ ഓൺ വരുമോ? ന്യൂസ് പേപ്പറിൽ വരുന്നത് ഓണാ വരാം. ഓണാണ് ഇന്നാണ് കേട്ടോ. ന്യൂസ് പേപ്പർ ഇന്നാണ് വരാം, ഓൺ അല്ല. മീഡിയ ആണ് ഓൺ വരാം. ന്യൂസ് പേപ്പർ വരുന്നത് ഇന്നാണ്. ഐ റീഡ് ഇറ്റ് ഇൻ ദ ന്യൂസ് പേപ്പർ. ഞാൻ ന്യൂസ് പേപ്പറിൽ വായിച്ചു, ആ ന്യൂസ് ഞാൻ ഈ ന്യൂസ് പേപ്പറിൽ വായിച്ചു എന്ന് പറയുമ്പോൾ ഐ റീഡ് ഇറ്റ് ഇൻ ദ ന്യൂസ് പേപ്പർ എന്താ പറയാം. അപ്പൊ ന്യൂസ് പേപ്പർ വരുന്നത് ഇന്നാണ്. ഇൻ എന്ന് പറയുന്ന പ്രൊപ്പോസിഷനാണ് ന്യൂസ് പേപ്പർ വരാം. ഓക്കെ, അത് ഇൻ എന്ന് പറയുന്ന പ്രൊപ്പോസിഷനിൽ എഴുതി വെച്ചോളൂ കേട്ടോ. ന്യൂസ് പേപ്പർ ആ പ്രൊപ്പോസിഷനാണ് വരാം. അവിടെ പോയിന്റ് ആയിട്ട് എഴുതാം, ആഡ് ചെയ്യുക. ന്യൂസ് പേപ്പർ എന്ന് ആഡ് ചെയ്ത് പോകും. ഓക്കെ, മീഡിയ വരുന്നത് ഓണിലും, ന്യൂസ് പേപ്പർ, ബുക്ക് ഒക്കെ വരുന്നത് ഇന്നിലുമാണ്. ഓക്കെ, കണ്ടോ? ഈ ഡൗട്ട് ചോദിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ ഈ കാര്യം മനസ്സിലായി അല്ലേ? അല്ലെങ്കിൽ ഞാൻ പറയില്ല. മാം, അത് കുറെ പേജസ് ഉള്ളത് കൊണ്ടാണോ അങ്ങനെ ന്യൂസ് പേപ്പർ വരുമ്പോൾ ഇനി ഉപയോഗിക്കുന്നത്? പേജസ് ഉള്ളതുകൊണ്ടാണ്. ജസ്റ്റ് ഒരു പേപ്പർ മാത്രമാണെങ്കിൽ, ഒരു പീസ് ഓഫ് പേപ്പർ ആണെങ്കിൽ നമുക്കത് ഓണെന്ന് പറയാൻ പറ്റും. പക്ഷെ ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് പേജസ് ഉണ്ടല്ലോ. അപ്പൊ ന്യൂസ് പേപ്പറിൽ നമ്മൾ വായിച്ചു എന്ന് പറയുമ്പോൾ അവിടെ ഇന്നാണ് വരാം. ഓക്കെ, താങ്ക് യു. എൻക്ലോസ്ഡ് ഏരിയയിൽ പെടുന്നതാണോ? എന്തോ എൻക്ലോസ്ഡ് ഏരിയയിൽ പെടുന്നതാണോ ബുക്ക്, ന്യൂസ് പേപ്പർ? എൻക്ലോസ്ഡ് ഏരിയ പെടുന്നതല്ല. എൻക്ലോസ്ഡ് ഏരിയ എന്ന് പറയുമ്പോൾ ഒരു അടഞ്ഞ ഒരു ഇതാണ് ഉദ്ദേശിക്കുന്നത്. പോക്കറ്റ് ആകാം, എന്താണ് പോക്കറ്റ് പറയാം, നമുക്ക് നമ്മുടെ കവറൊക്കെ പറയാം. മനസ്സിലായോ? അങ്ങനത്തെ ഒരു സ്പേസ് ആണ് അത് ഉദ്ദേശിക്കുന്നത്. ബുക്ക് എന്ന് പറയുന്ന എൻക്ലോസ്ഡ് സ്പേസ് അല്ലല്ലോ. നമ്മുടെ ബുക്കിനുള്ളിൽ, ആ ഒരു ഉള്ളിൽ എന്നൊരു മീനിങ്ങിലാണ് ഇവിടേക്ക് ഇന്ന് വരുന്നത്. അതിപ്പോ ഏത് സ്പേസിലാണെങ്കിലും, പോക്കറ്റിനുള്ളിൽ, കവറിനുള്ളിൽ, ബുക്കിനുള്ളിൽ,
പേപ്പറിനുള്ളിൽ, പേപ്പറിൽ എന്നല്ല പറയാ, പേപ്പറിൽ, ന്യൂസ് പേപ്പറിൽ എന്നാ പറയാ. അപ്പൊ ഇല്ലാണ് ശരിക്കും എന്ന് പറയുന്ന മീനിങ് വരുന്നത്. ഇൽ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഡൗട്ട് ചോദിക്കുമ്പോൾ കുറച്ചുകൂടെ നമ്മൾ പറയും. അപ്പൊ ബാക്കി എല്ലാവർക്കും ക്ലിയർ ആവും. അപ്പൊ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. ഓക്കെ ആണോ? ഇനി എല്ലാവരും സംസാരിക്കാൻ റെഡിയാണോ? റെഡിയാണോ? എന്താണ് വീണ്ടും റെസ്പോൺസ് ഇല്ല? യെസ് മാം. കഴിഞ്ഞോ? അത്രേ ഉള്ളൂ. കുറച്ച് ദിവസം ഞാൻ കേട്ടുള്ളൂ. യെസ് മിസ്. റെഡിയാ മിസ്. റെഡിയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെയാ പറഞ്ഞേ, പക്ഷെ ഇന്നൊന്നും റെഡി ആയിരുന്നില്ല എല്ലാരും. ഇനി അങ്ങോട്ട് ഇങ്ങനെ ഉണ്ടാവരുത് കേട്ടോ, സംസാരിക്കാം കേട്ടോ. ഇപ്പൊ ഞാൻ പേര് വിളിക്കുകയാണെങ്കിലും ധൈര്യമായിട്ട് സംസാരിക്കാൻ റെഡി ആയിട്ടിരിക്കും. ഇനിയിപ്പോ മിസ് എനിക്ക് അറിയില്ല, മിസ് എനിക്ക് പറയാൻ പറ്റുന്നില്ല, മിസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കട്ട് ചെയ്തോ. ഓക്കെ, മൈക്ക് ഓഫ് ചെയ്തിരിക്കുക, അൺമ്യൂട്ട് ചെയ്യാം. മിസ് എനിക്ക് അങ്ങനെ പറയാൻ പറ്റുന്നില്ല, മിസ് എനിക്ക് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ ഓക്കെ, നിങ്ങൾ മ്യൂട്ട് ചെയ്തിട്ട് ഇരിക്കാം. എന്തെങ്കിലും പറയണം ഞാൻ വിളിക്കുമ്പോ, അല്ലാതെ മിണ്ടാതിരിക്കരുത്. മിണ്ടാതിരുന്നാലേ നമ്മൾ അങ്ങനെ തന്നെ ഇരുന്ന് നോക്കും. നമുക്ക് നമ്മുടെ പേടി ഇതെല്ലാം മാറിയാൽ തന്നെ നമുക്ക് ലൈഫിൽ എന്തെങ്കിലും എത്താൻ പറ്റും. അല്ലാതെ എപ്പോഴെപ്പോഴും പേടിച്ചിരിക്കില്ലേ? കോഴ്സ് കംപ്ലീറ്റ് ആവുന്നവരെ നമുക്ക് ആ ഒരു കുറേ പ്രോബ്ലംസ് ഉണ്ട്, അതെല്ലാം നമുക്ക് സോൾവ് ചെയ്യാം. ഇംഗ്ലീഷ് മാത്രമല്ല നിങ്ങളുടെ പ്രോബ്ലം, ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ഫസ്റ്റ് മടി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, പേടിയുണ്ട്, കോൺഫിഡൻസ് അത് കുറച്ച് തീരെ ഇല്ല എന്ന് പറയാം. ചില സാഹചര്യങ്ങളുണ്ട്, ചില സാഹചര്യങ്ങളില്ല. ഇങ്ങനെയൊക്കെയാണോ എല്ലാവരുടെ അവസ്ഥ? ആണോ? യെസ് മാം. ഓക്കെ, ഞാനിപ്പോ ഓക്കെ ലീനു ഇത് പറയാമെന്നാണോ? അല്ല മാം. പിന്നെ എന്താണ്? ക്ലാസ് ക്ലിയർ ആണ്. അപ്പൊ ഇൻ ആൻഡ് ഓൺ പ്രൊപോസിഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത പ്രൊപോസിഷനിലേക്ക് പോവാം. പെട്ടെന്ന് പോകാം. നിങ്ങൾ നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ ഇത്രയും ലാഗ് വരില്ല. പെട്ടെന്ന് നമുക്ക് കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, വേറെ എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾക്ക്? എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? മിസ് മലയാളം ഇംഗ്ലീഷിലോട്ടെ ട്രാൻസ്ലേറ്റ് എന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് അത് നമുക്ക് ടെൻസ് കഴിയാണ്ട് ചെയ്യാൻ പറ്റില്ല. ടെൻസ് ആണ്, കാരണം ഒരു മലയാളം സെന്റൻസ് തരുമ്പോ അത് ഫസ്റ്റ് ടെൻസ് ബേസ് നമ്മൾ അറിയണം. ഏത് ടെൻസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് സിമ്പിൾ ആയിരിക്കും. അപ്പൊ ടെൻസ് കഴിഞ്ഞാലാണ് നമുക്കത് പറയാം. ഓക്കെ, നിങ്ങൾ നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ ക്ലാസ് പെട്ടെന്ന് തീരൂട്ടോ. അതിനാ ഓക്കെ മാം. അപ്പൊ നന്നായിട്ട് റെസ്പോണ്ട് ചെയ്താല് പെട്ടെന്ന് ക്ലാസ് കംപ്ലീറ്റ് ആകും. നമുക്ക് ടെൻസിലൊക്കെ വേഗം പോകാം. ടെൻസ് തുടങ്ങിക്കഴിഞ്ഞാല് എന്തായാലും റെസ്പോണ്ട് ചെയ്യേണ്ടി വരും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ടെൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓരോ ട്രാൻസ്ലേഷൻ വരും. ടെൻസ് നന്നായിട്ട് പഠിക്കേണ്ട ഒന്നാണ് ടെൻസ്. അല്ലെങ്കിൽ കുറച്ച് കൺഫ്യൂഷൻ വരും. ട്രിക്കി വേയിലൂടെ പഠിക്കേണ്ട കാര്യമാണ്. അല്ലാണ്ട് നമ്മൾ സീരിയസ് ആയിട്ട് ടെൻസിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാല് കുറച്ച് ടഫായിട്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴേ നിങ്ങൾ ഇങ്ങനെ കംഫർട്ടബിൾ ആക്കി വരുന്നതിനാണെന്ന് വെച്ചാല് ആ ടൈമിൽ നിങ്ങൾ സംസാരിക്കാതിരുന്നു കഴിഞ്ഞാല്, പേടിച്ചിട്ട് ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാതിരുന്നാല് ടെൻസ് ഒന്നും മനസ്സിലാവില്ല. ഓക്കെ, അതുകൊണ്ട് ഇംഗ്ലീഷ് ക്ലാസ്സിൽ എപ്പോഴും കംഫർട്ടബിൾ ആയിട്ടിരിക്കുക, സീരിയസ് ആയിട്ടിരിക്കരുത്. എന്തെങ്കിലും ചോദിക്കാം, എന്ത് സംസാരിക്കാം, നമുക്ക് ചുമ്മാ എന്തെങ്കിലും സംസാരിച്ചിരിക്കാം. ഓക്കെ, ബോറടിക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ഞാനിങ്ങനെ വരാണ്ട് പറഞ്ഞിട്ട് ബോറടിക്കുന്നുണ്ടോ? ഇല്ല മാം. ഇല്ല മാം. ഇങ്ങനെ പറയുന്നത് നിങ്ങൾ അങ്ങനെയെങ്കിലും ഒന്ന് സംസാരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ മാം, അടുത്ത ക്ലാസ് നമുക്ക് റെസ്പോണ്ട് ചെയ്യാം. എല്ലാം റെസ്പോണ്ട് ചെയ്ത് വേഗം ക്ലാസ് എടുത്തു പോവാം.
ഓക്കെ, ഞാനും നിങ്ങളെപ്പോലെ ഇങ്ങനെയായിരുന്നു, കണ്ടില്ലായിരുന്നു, കോൺഫിഡൻസ് ഇല്ലായിരുന്നില്ല. ഞാൻ തന്നെ മാറ്റി തലത്തിക്കൊള്ളണം. അല്ലെങ്കിൽ നമ്മളെങ്കിലും ഞാൻ എനിക്ക് നിങ്ങളെ പഠിപ്പിക്കാൻ ഇവിടെ ഇരിക്കാൻ പോലും പറ്റില്ലായിരുന്നു. ഞാൻ ഇങ്ങനെ പേടിച്ചിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥ എനിക്ക് കിട്ടുമായിരുന്നോ? ഇല്ല. നമ്മൾ തന്നെ മാറ്റാം, വേറെ ആരും മാറ്റാൻ പറ്റില്ല കേട്ടോ. നമ്മൾ തന്നെ മാറ്റണം, നമ്മൾ തന്നെ നമ്മുടെ സന്തോഷം കണ്ടെത്തണം, അല്ലെ? അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഫസ്റ്റ് അതില് പറഞ്ഞ പോലെ റെസ്പോണ്ട് ചെയ്യാം. റെസ്പോണ്ട് ചെയ്ത് നിങ്ങൾ എന്നോട് സംസാരിച്ച് നിങ്ങൾക്ക് ആ ഒരു പേടി മാറും. പിന്നെ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുമോ, മിസ്സിനോട് എന്തും ചോദിക്കാലോ, മിസ് ഒന്നും പറയുന്നില്ലല്ലോ, നല്ല രസമായിട്ട് മിസ് എടുക്കുന്നുണ്ടല്ലോ, എന്തും ചോദിക്കാം മിസ്സിനോട്, അത്രയും നിങ്ങൾ കംഫർട്ടബിൾ ആകും. അങ്ങനെ ആവാൻ വേണ്ടിയിട്ടാണ് ഈ ചോദിക്കുന്നത്, ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യൂ എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഞാൻ റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ ഞാൻ ഒരുപാട് ക്ലാസ് എടുക്കുന്നുണ്ട്, അതുകൊണ്ട് ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്നതാണ്. അങ്ങനെ മിണ്ടാതിരിക്കും തോറും കുറച്ച് ക്ലാസ്സുകൾ കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബോറടിക്കാൻ തുടങ്ങും. കാരണം നിങ്ങൾ ആരോടും ഇന്ററാക്ട് ചെയ്യുന്നില്ല, ഒന്നും ചോദിക്കുന്നില്ല, മിണ്ടാതിരിക്കാൻ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുക. എല്ലാവരും പറയുന്നതും ഞാൻ പറയുന്നതും ബാക്കി സ്റ്റുഡൻസ് പറയുന്നത് കേട്ട് നിൽക്കാനും ബോറടിക്കും. ആ സമയത്ത് എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിലോ, സംസാരിക്കാൻ വേണ്ടെങ്കിൽ നമ്മൾ ക്ലാസ്സിലെങ്കിലും കയറും, അല്ലെ? ആ രീതിയില് വളരെ ചില്ലായിട്ട് നമുക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ടെൻസ് എല്ലാം നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ഒരിക്കലും ഇങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കരുത്. ഓക്കെ ആണോ? ഓക്കെ മാം. ഓക്കെ മാം. ഓക്കെ, അപ്പോ പ്രൊപ്പോസിഷൻ നന്നായിട്ട് പഠിക്കുക, ഇൻ ഓൺ രണ്ടും നന്നായിട്ട് പഠിക്കുക. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് മീറ്റ് ചെയ്യാം. ഓക്കെ, സോ see you on the next class. Okay, thank you all. Bye. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, miss. Thank you, ma'am. Okay, thank you, ma'am.